നമസ്കാരം. പോലീസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ധൈര്യമായിരുന്നു. കാക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ധൈര്യമായിരുന്നു. കാരണം പോലീസാണല്ലോ, അവർ നമ്മളെ സംരക്ഷിക്കുമെന്നുള്ള ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാം പിണറായി സർക്കാരിൽ പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വന്നതോടെ ഇതെല്ലാം തകിടം മറിഞ്ഞു. കേരള പോലീസ് സേന തന്നെ ഒരിക്കലും ഇനി ഒരു നല്ല രീതിയിലേക്ക് വരാൻ, പെട്ടെന്നൊന്നും ഒരു നല്ല രീതിയിലേക്ക് വരാൻ, പഴയ രീതിയിലേക്ക് വരാൻ കഴിയാത്ത തരത്തിൽ അതൊക്കെ തകർന്നു തരിപ്പണമായി കഴിഞ്ഞു. ഒരു പരാതി കൊടുത്താൽ പോലും ആ പരാതിയിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അത് ഇതിനേക്കാൾ ഉപരി ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷകരമായിട്ടുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, പല പോലീസുകാർക്കും ആത്മാഭിമാനത്തോടു കൂടി ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിനവർ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇത് എല്ലാവരുടെയും പിൻവാതിൽ പ്രവേശനമല്ലല്ലോ. ഈ നടേഷ് ചിത്രരഞ്ജനെയും ഷിനു ചോയെയും പോലെ എല്ലാവരെയും പിൻവാതിലൂടെ പ്രവേശിപ്പിക്കുന്നതല്ല. പലരും കഷ്ടപ്പെട്ട് പഠിച്ചും എന്തെങ്കിലും കൂലിപ്പണിക്കൊക്കെ പോയി അങ്ങനെ ഒരു ജോലി SIO അല്ലെങ്കിൽ പോലീസിൽ ചേരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച് അവർ ജോലി നേടുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ആത്മാഭിമാനത്തോടു കൂടി ജോലി ചെയ്യണമെന്നാണ് പലരുടെയും ആഗ്രഹം. പക്ഷേ അത് സാധിക്കാത്ത സ്ഥിതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ പോലീസിനെ DYFIക്കാർ ആക്രമിക്കുന്ന സംഭവം നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ വർദ്ധിച്ചു വരികയാണ്. എന്താണ് അവർക്ക് ഇത്രയധികം ധൈര്യം നൽകുന്നത്? കാരണം എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇവിടെ പി ശശി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട്, അല്ലെങ്കിൽ ഭരിക്കുന്നത് അവരുടെ പാർട്ടിയാണ്. അങ്ങനെ വരുമ്പോൾ പോലീസുകാരെ എന്ത് ചെയ്താലും ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് ഒരു വിഷയം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറയുന്ന നഗരൂർ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് നഗരൂർ പോലീസ് സ്റ്റേഷനിലെ SHOയെ കാറിൽ വന്ന് തടഞ്ഞു നിർത്തി. എത്രത്തോളം ധൈര്യമുണ്ടെന്ന് നോക്കണം. തടഞ്ഞു നിർത്തിയിട്ട് അദ്ദേഹത്തെ അസഭ്യം വിളിച്ചതും അദ്ദേഹത്തിനെതിരെ കൊലവിളി മുഴക്കിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ 2-3 പേരെ അറസ്റ്റ് ചെയ്തു. അവർ ജാമ്യത്തിലിറങ്ങി. അവർക്ക് ജാമ്യം കിട്ടി. റിമാൻഡ് ചെയ്ത് ജയിലിൽ പോയെങ്കിലും അവർക്ക് ജാമ്യം കിട്ടി. ബാക്കിയുള്ള കണ്ടാൽ അറിയാവുന്ന 4-5 പേരുണ്ട്. അവരൊക്കെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അറസ്റ്റ് ചെയ്തിട്ടുമില്ല. അല്ലാതെ ഒരു സാധാരണക്കാരനെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ രീതി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവരെ അറസ്റ്റ് ചെയ്യേണ്ടത് പാർട്ടി നിർദ്ദേശമാണ്, മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ് അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളത്. എന്തായാലും കോടതി ഇനി എന്താണ്, മുൻകൂർ ജാമ്യം കൊടുക്കുമോ തള്ളുമോ കൊള്ളുമോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായത്. അനുവാദമില്ലാതെ ഈ DYFI ഗുണ്ടകൾ അകത്ത് കയറിയത് സ്വാഭാവികമായും പോലീസുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ തടഞ്ഞു. കയ്യേറ്റമുണ്ടായി, അവർ ബലപ്രയോഗമുണ്ടായി. എന്നിട്ടും പോലീസിന് നേരെ ആക്രോശിക്കുകയാണ്. പല പോലീസുകാരും ഇതിനൊന്ന് അനുനയിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവരെയൊക്കെ പിടിച്ച് ലോക്കപ്പിനകത്തേക്ക് ഇട്ട് നട്ടെല്ല് ചവിട്ടി പൊട്ടിക്കുകയല്ലേ ചെയ്യേണ്ടത്. കാരണം പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ഒരു സേനയുടെ ഒരു കേന്ദ്രമാണ്. അവിടെ ഇതുപോലെയുള്ളവർ ഇത്തരത്തിലുള്ളവർ കടന്നു കയറുമ്പോൾ സാധാരണ ഒരു രാഷ്ട്രീയ സ്വാധീനമില്ലാത്തവനെ അവിടെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിനായി അവിടെ വരുമ്പോൾ പോലീസിൽ നിന്ന് എങ്ങനെയാണ് നീതി കിട്ടുക? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽപ്പെട്ട ഒരുത്തനെ ഒരു എതിരാളി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് അതിക്രമിച്ചു കയറി എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പോലും അവിടെ പിടിച്ചുകൊണ്ടുവരുന്ന ഒരു കുറ്റവാളി ഇവരുടെ എതിർഭാഗത്തുള്ള ഒരാളാകുമ്പോൾ ഇവർ ഇത്തരത്തിൽ കടന്നു കയറി ആ സ്റ്റേഷനിലിട്ട് ഇതുപോലെ അവരെ കൈകാര്യം ചെയ്താൽ പോലും പോലീസുകാർക്കാണ് കുറ്റം. ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴാണ് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇന്നലെ ശാസ്താംകോട്ട സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി ബഹളമുണ്ടാക്കുകയും പോലീസുകാരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്ത DYFI ഗുണ്ടകൾക്കെതിരെ കേസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്തൊരു വാർത്ത പുറത്തു വരുന്നത്. ഈ വാർത്ത കണ്ണൂരിൽ നിന്നാണ്. അതും പോലീസിനെ കയ്യേറ്റം ചെയ്തു എന്നുള്ളതാണ്. പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറിയത് ഇത്തവണ CPM ഗുണ്ടകളായിരുന്നു. അതായത് മന്ത്രി വീണ ജോർജിനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പെരിങ്ങോം എന്നുള്ള സ്ഥലത്ത് വെച്ച് കരിങ്കൊടി കാണിച്ചു. ഈ കരിങ്കൊടി കാണിച്ചപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകനെ DYFI ഗുണ്ടകൾ ആക്രമിച്ചു. അങ്ങനെ ആക്രമിച്ച ഒരുത്തനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഈ CPM ഗുണ്ടകൾ അവിടെ എത്തിയത്. ഈ യൂത്ത് ലീഗുകാരൻ്റെ, അതായത് DYFIക്കാർ തല്ലിയ യൂത്ത് ലീഗുകാരൻ്റെ പേര് ഷജീർ ഇക്ബാൽ എന്നാണ്. അപ്പോൾ ഇയാളെ മർദ്ദിച്ച കേസിലെ പ്രതിയാണ് DYFI പെരിങ്ങോം ബ്ലോക്ക് സെക്രട്ടറി CB വിഷ്ണുപ്രസാദ്. അപ്പോൾ ഈ വിഷ്ണുപ്രസാദിനെ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി പെരളം കൊഴുമലിലെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു, കസ്റ്റഡിയിൽ കൊണ്ടുവന്നു. അയാളെ ഈ ഷജീറിനെ ആക്രമിച്ചതിനാണ് 7 പേർക്കെതിരെ കേസെടുത്തത്. ഈ കേസെടുത്തത് തന്നെ ഒരു അത്ഭുതമാണ്. കാരണം കണ്ണൂർ പോലെ പാർട്ടിയുടെ കോട്ടയായ ഒരു സ്ഥലത്ത്, കാരണം തിരുവനന്തപുരത്ത് പോലും നീതി കിട്ടുന്നില്ല, അപ്പോൾ കണ്ണൂർ പോലെയുള്ള പാർട്ടിയുടെ ഒരു കോട്ടയായ ഒരു സ്ഥലത്ത് ഒരു DYFIക്കാർക്കെതിരെ കേസെടുക്കുകയും രാത്രി 10:40 അവൻ്റെ വീട്ടിൽ കയറി DYFI നേതാവിനെ പിടിച്ചുകൊണ്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ
വലിയൊരു അത്ഭുതമാണ്. കാരണം ലോകത്ത് 7 അത്ഭുതങ്ങളാണുള്ളത്. ആ 7 അത്ഭുതങ്ങളെക്കാളും വലിയൊരു അത്ഭുതമാണ് ഇതുപോലെ ഒരു DYFI നേതാവിനെ വീട്ടിൽ കയറി പോലീസ് പിടികൂടി കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ. എന്തായാലും അങ്ങനെ പിടികൂടി കൊണ്ടുവന്ന ആ പോലീസ് ഉദ്യോഗസ്ഥനെ അഭിനന്ദിക്കാതെ തരമില്ല. കാരണം ഇത്തരക്കാരും പോലീസിലുണ്ടല്ലോ, ആർജവത്തോടു കൂടി ജോലി ചെയ്യുന്ന എന്ത് വന്നാലും. കാരണം പാർട്ടി അടിമകളല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ സേനയിലുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസം. ഈ വിഷ്ണുപ്രസാദിനെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ DYFI ഗുണ്ടകൾ ബഹളം വെച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലെത്തിയത്. എന്നിട്ട് ഇൻസ്പെക്ടറെ ആക്രമിക്കുകയും ചെയ്തു. എന്തായാലും സ്റ്റേഷനിൽ അതിക്രമം കാണിച്ചതിന് ഈ CPM പ്രവർത്തകരായിട്ടുള്ള സിഥിൻ, രാധാകൃഷ്ണൻ, മനീഷ് എന്നിവരെയൊക്കെ കസ്റ്റഡിയിലെടുത്തു. ഈ വിഷ്ണുപ്രസാദ് അടക്കം 15 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇവരിൽ പെരിങ്ങോം സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ നിതിനെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വിഷ്ണുപ്രസാദിനെ കസ്റ്റഡിയിലെടുത്ത് അറിഞ്ഞാണ് എത്തിയതാണ് ഈ CPM പ്രവർത്തകർ. നിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാമടാ എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് അവിടുത്തെ ഇൻസ്പെക്ടർ മുകുന്ദനെ ഈ CPM ഗുണ്ടകൾ, DYFI ഗുണ്ടകൾ ആക്രമിച്ചത്. നിന്നെ വിടില്ലടാ എന്ന് ആക്രോശിച്ചു എന്നൊക്കെയാണ് FIR-ൽ പറയുന്നത്. അതിനുശേഷം പോലീസ് ബലമായി മറ്റുള്ള ഗുണ്ടകളെല്ലാം തള്ളി വെളിയിലാക്കിയതിനു ശേഷം ഈ വിഷ്ണുപ്രസാദിനെ സെല്ലിലടച്ചു. ഒന്ന് ഓർത്തു നോക്കൂ ഈ കേരളത്തിലെ പോലീസിൻ്റെ അവസ്ഥ എന്താണെന്ന്. ഇതൊക്കെ കണ്ടിട്ട് ഈ പോലീസിൻ്റെ തലപ്പത്തുള്ള ശശിയൊക്കെ നമുക്ക് വിടാം, അത് രാഷ്ട്രീയമാണ്. പക്ഷേ ഈ പോലീസിൻ്റെ തലപ്പത്തുള്ള ഈ സംസ്ഥാന പോലീസ് മേധാവിയൊക്കെ ഇത് എവിടെയാണ്, എന്താണ് ചെയ്യുന്നത്? നഗരൂർ വിഷയമുണ്ടായപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് പോലീസിൻ്റെ ആത്മവീര്യം തകർക്കുന്ന ഒന്നും ഇവിടെ അനുവദിക്കില്ല എന്നുള്ളതാണ്. എന്നിട്ട് എന്തായി? ഒന്നും നടന്നില്ല. അതുപോലെ ഇപ്പോൾ ദിനം പ്രതി കൂടി വരികയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ ബംഗാളിൽ ബുദ്ധദേവ് ഭട്ടാചാര്യരുടെ കാലത്ത് ഹർമത് വാഹിനി എന്ന് പറയുന്ന ഒരു അവരുടെ ഈ യൂത്ത് വിങ്ങിൻ്റെ ഒരു ഗുണ്ടകളുണ്ടായിരുന്നു. അവരെ ഉപയോഗിച്ചാണ് പാർട്ടി ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നത്. അതായത് ഭരണം പാർട്ടിക്കായിരുന്നിട്ട് പോലും പോലീസിനോടൊപ്പം തന്നെ ഇത്തരം ഗുണ്ടകളെ ഉപയോഗിക്കും. അതാണ് നവകേരള സർക്കിട്ടിലും നടന്നത്. ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ അന്ന് നവകേരള സർക്കിട്ടിലെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. പോലീസ് സ്റ്റേഷനുകൾ പോലും കയറി ആക്രമിക്കാൻ. അത് ആദ്യത്തെ സംഭവമല്ല എന്ന് കൂടി ഓർക്കണം. ഇന്നലെ തന്നെ 2 സംഭവങ്ങളുണ്ടായി. ഒന്ന് ശാസ്താംകോട്ടയിലും ഈ പറയുന്ന കണ്ണൂർ പെരിങ്ങോത്തും 2 സംഭവങ്ങളാണ് ഉണ്ടായത്. ഇതിനു മുമ്പ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നഗരൂരിൽ SHO വാഹനം തടഞ്ഞ് ആക്രമിച്ചു. അതെല്ലാം DYFI ഗുണ്ടകളാണ് എന്ന് കൂടി ഓർക്കണം. ഇതിനു മുമ്പാണ് ഈ പോലീസ് വാഹനം തല്ലി തകർത്ത സംഭവം, നാടൻ റോഡിൽ പോലീസിനെതിരെ കൊലവിളി മുഴക്കിയ സംഭവം. ഇവിടെ മറ്റ് യുവജന പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, മറ്റു രാഷ്ട്രീയ പാർട്ടികളുമുണ്ടല്ലോ, മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ടല്ലോ. പക്ഷേ ABVP-കാരോ അല്ലെങ്കിൽ KSU-കാരോ ചെയ്യുന്നതോ DYFI യൂത്ത് കോൺഗ്രസ്സുകാരോ യുവമോർച്ചക്കാരോ ചെയ്യുന്നതോ ഒന്നും അതുപോലെയല്ല ഇവരുടെ ഒരു പ്രവൃത്തി. കാരണം ഇത്തരക്കാരെ കൂച്ചുവിലം കിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കൽ കൂടി ഈ ഭരണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഈ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലെത്തും. കാരണം സുധാകരനെയും ഐഷ പോറ്റിയെയും പോലെയുള്ള ആത്മാഭിമാനമുള്ളവരൊക്കെ പാർട്ടി വിട്ടു പോയി. ഇനി പാർട്ടിയിലുള്ളത് കുറേ ഗുണ്ടകളാണ്, ക്രിമിനലുകളാണ്. ഈ പിണറായി വിജയനും കൂട്ടരുമൊക്കെ കോടികൾ സമ്പാദിച്ചിട്ടുണ്ട്. അവരൊക്കെ മൂട്ടിലെ പൊടിയും തട്ടി അങ്ങ് പോകും. പിന്നെയുള്ളത് ഈ ഗുണ്ടകളാണ്. ഇത് തന്നെയല്ലേ ഇവിടെ മരട് അനീഷും അതുപോലെ ഗുണ്ടുകാട് സാബുവും തമ്മന ഷാജിയും ഒക്കെ ചെയ്യുന്നത് ഇത് തന്നെയാണല്ലോ. അവരും ഇതുപോലെ കുറേ ആൾക്കാരെ അവർക്ക് അനുയായികളുണ്ട്. ആ അനുയായികളെ ഉപയോഗിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു, മറ്റുള്ളവരെ കൈയേറ്റം ചെയ്യുന്നു, മണ്ണ് മാഫിയ പ്രവർത്തിക്കുന്നു. അതുപോലെയാണല്ലോ ഇതും ചെയ്യുന്നത്. എന്തായാലും കേരളത്തിലെ ഈ ഒരു ജീവിതം സുരക്ഷിതമല്ല. അതുമാത്രമല്ല പോലീസ് അസോസിയേഷൻ ഉണ്ട്. പക്ഷേ ഈ അസോസിയേഷനൊക്കെ എന്തിനാണെന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. കാരണം എത്രയോ പോലീസുകാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആ വിഷയത്തിലൊന്നും ഇടപെട്ടിട്ടില്ല. പോലീസിനെ കയ്യേറ്റ ചെയ്ത സംഭവത്തിൽ പോലും ഒരു പ്രസ്താവന നടത്തി എന്നുള്ളതൊഴിച്ചാൽ മറ്റൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നൊരു സൂചനയാണ്. ഇനി എന്തായാലും ഒരിക്കൽ കൂടി ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പോലീസ് ആയിരിക്കില്ല, പകരം DYFI, CPM, SFI ഗുണ്ടകളായിരിക്കും എന്ന് കേരളത്തിലെ ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.